ഉമ്മു സലമ റളിയല്ലാഹു അൻഹാക്ക് നോക്കി നിൽക്കേണ്ടി വന്നു. കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വന്ന അബൂ സലമ ചോദിച്ചു, ഉമ്മു സലമ, നമ്മളെ കുഞ്ഞനെങ്ങനുണ്ട്? മരിച്ച വിവരം പറയാതെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ തിരിച്ചു പറഞ്ഞു, അവൻ ആദ്യത്തേതിനേക്കാളും സമാധാനത്തിലാണ് അബൂ സലമ. തന്റെ മകന് ആശ്വാസമുണ്ട് എന്ന് തെറ്റിദ്ധരിച്ച അബൂ സലമ റളിയല്ലാഹു അൻഹു ഉമ്മു സലമാന്റെ കൂടെ ഭക്ഷണം കഴിച്ചു. രണ്ടുപേരും ബെഡിൽ വന്നിരിക്കുമ്പോ ഭർത്താവിന്റെ മാറത്തേക്ക് തലവെച്ച് ഉമ്മു സലമ ചോദിച്ചൊരു ചോദ്യം, അബൂ സലമ, അള്ളാഹു ഒരു സാധനം തന്നാൽ അള്ളാഹു ചോദിച്ചാൽ അത് തിരിച്ചു കൊടുക്കണ്ടേ? കൊടുക്കണം ഉമ്മു സലമ. എങ്കിൽ നമ്മളെ കുഞ്ഞിനെ അള്ളാഹു കൊണ്ടുപോയിട്ടുണ്ട്. ഒരല്പ നേരത്തേക്ക് അത് സഹിക്കാനാവാത്ത അബൂ സലമ റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ റസൂലിന്റെ വീട്ടിലേക്ക് ഓടി. എന്നിട്ട് പറഞ്ഞു, നബിയെ, ഉമ്മു സലമ എന്നെ വഞ്ചിച്ചു, അവൾ എന്നോടത് മറച്ചു വെച്ചു. നബിയെ, നിങ്ങൾ അവളോട് ചോദിക്കണം എന്നെ അവൾ വഞ്ചിക്കാനുള്ള കാരണം എന്താണെന്ന്. ഉമ്മു സലമ റളിയല്ലാഹു തആല അരികിൽ വിളിച്ച് അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ചോദിച്ചപ്പോ ഉമ്മു സലമ തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്. ഇന്ന് ഏത് ഭർത്താക്കന്മാരും ഒരു ഉത്തമയായ ഇസ്ലാമിക സ്ത്രീയിൽ നിന്നും കേൾക്കാൻ ആഗ്രഹിക്കുന്ന വർത്തമാനം. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ തിരിച്ചു പറഞ്ഞു, റസൂലേ, എന്റെ അബൂ സലമ കുടുംബം നോക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന കഷ്ടപ്പാട് ഞാൻ കാണുന്നുണ്ട് റസൂലേ. പകലന്തിയോളം അദ്ദേഹം കച്ചവടത്തിനിറങ്ങും, തിരിച്ചു വരുമ്പോ പലപ്പോഴും പട്ടിണിയാണ് അദ്ദേഹം. മുടികൾ പാറിപ്പറന്ന് കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ക്ഷീണിതനായി അങ്ങേയറ്റം സങ്കടത്തോടെ കയറി വരുന്ന എന്റെ ഹബീബായ, എന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട സഹാബിയായ എന്റെ അബൂ സലമാനോട് ഞാൻ എങ്ങനെയാ റസൂലേ ആ മനസ്സ് ബേജാറാക്കുന്നൊരു വർത്താനം പറയാ? അതുകൊണ്ട് അബൂ സലമ കയറി വന്ന് കുറച്ച് ഭക്ഷണമൊക്കെ എന്തെങ്കിലും കഴിച്ചിട്ട് പറയാം എന്ന് കരുതി ഞാൻ അദ്ദേഹത്തിന് വേണ്ടി കാത്തിരുന്നതാ റസൂലേ. ഇതാ ഉമ്മത്തെ, ഉത്തമ സമുദായത്തിലെ പെൺകുട്ടികൾ, ഉത്തമ സമുദായത്തിലെ പെൺമക്കളുടെ രീതി ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോ ഓരോ ഘട്ടവും ആ സമുദായത്തിലെ പെൺമക്കളുടെ തണലായിരുന്നു ആണുങ്ങൾക്ക് പോലും ധൈര്യം കൊടുത്തിരുന്നത്. ഒരാണിന്റെ ജീവിതത്തിൽ ഒരു പെണ്ണ് വരുത്തിയ മാറ്റങ്ങൾക്ക് ചരിത്രം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മളെ ഉമ്മ ഖദീജ ബീവിയുടെ ചരിത്രം തന്നെയാ. ചിന്തിച്ചു നോക്കൂ, ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മൃഗീയമായ പീഡനങ്ങളും പ്രയാസങ്ങളും നേരിടുമ്പോ ഖദീജ റളിയല്ലാഹു തആല അൻഹ കൊടുത്തൊരു ആശ്വാസമുണ്ട്. തന്റെ ഭർത്താവിനെ കുറ്റപ്പെടുത്താതെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആശ്വാസ വാക്കുകൾ പറഞ്ഞ് എന്നും സന്തോഷം കൊണ്ട് തന്റെ ഭർത്താവിനെ ആശ്വസിപ്പിക്കുന്ന ഖദീജ ബീവി. ഹിറാ ഗുഹയിൽ നിന്നും ജിബ്രീലിനെ കണ്ട് പേടിച്ച് അള്ളാഹുവിന്റെ റസൂലുള്ള തിരിച്ചോടുന്ന രംഗമുണ്ട്. ഓടിക്കതച്ചു വന്ന് തലവെച്ച് കിടന്നത് നമ്മളെ ഉമ്മ ഖദീജ ബീവിന്റെ മടിയിലേക്കാ. അതൊരു വിശ്വാസ ഉമ്മാരെ, നിന്റെ ഭർത്താവിന്റെ മടിയിൽ, അതല്ലെങ്കിൽ നിന്റെ ഭർത്താവിന് നിന്റെ മടിയിൽ സമാധാനമുണ്ട് എന്ന വിശ്വാസം. ആ വിശ്വാസത്തിന്റെ പേരിലാ അള്ളാഹുവിന്റെ റസൂൽ ഖദീജ ബീവിന്റെ മടിയിലേക്ക് ഓടിച്ചെന്നതും മടിയിൽ കിടക്കുന്ന റസൂലുള്ളാന്റെ തലമുടികൾക്കുള്ളിലൂടെ വിരലോടിച്ച് നെറ്റിയിൽ ഉമ്മ കൊടുത്ത് തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, പ്രവാചകരെ, മുഹമ്മദേ, ഒരിക്കലും അള്ളാഹു നിങ്ങളെ കൈവിടുകയില്ല. നിങ്ങൾ അങ്ങേയറ്റം നീതി കാണിക്കുന്നവനാ, താങ്കൾ നല്ലൊരു ഭർത്താവും നല്ലൊരു പുരുഷനുമാണ് എന്ന് തിരിച്ചു പറയുന്ന ആശ്വാസത്തിന്റെ വാക്ക്. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇത്രയും ചരിത്രങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്താനുള്ള കാരണം ഒരു സ്ത്രീയിൽ നിന്നും, ഒരു ഉത്തമയായ കുടുംബിനിയിൽ നിന്നും, ഒരു പെൺകുട്ടിയിൽ നിന്നും ഈ സമൂഹം ആഗ്രഹിക്കുന്നത് ഇതുപോലെയുള്ള നന്മകളാ. ഭർത്താവിന്റെ ഏറ്റവും വലിയ സംരക്ഷണമാകാൻ, കുടുംബത്തിന്റെ വളക്കാവാൻ, സമുദായത്തിന്റെ കാവലാളാവാൻ, വഴിതെറ്റിപ്പോകുന്ന തലമുറയുടെ വെളിച്ചത്തിന്റെ വാഹകന്മാരാവാൻ. അതിനു പകരം ലിബറലിസവും യുക്തിവാദവും അതിനേക്കാളേറെ ആധുനികവൽക്കരിക്കപ്പെടുന്ന ജീവിത രീതികളും സ്വന്തം തലച്ചോറിലേക്ക് കുത്തി നിറച്ച് നാടിനും കൂടിനും കുടുംബത്തിനും തലവേദനയായി നമസ്കരിക്കാതെ, മാന്യമായ വസ്ത്രം ധരിക്കാതെ തോന്നിയപോലെ ജീവിക്കുന്ന ഒരു ജനതയെയും ഒരു കാലവും നീതിയോടെ വിചാരണ